ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ഇന്നത്തെ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ ഡെൽമ ഐലൻഡിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പോകുന്നില്ല അല്ലേ? ഇന്ന് പോകുന്നില്ല. അപ്പോൾ നാളെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ മൊത്തത്തിൽ അബുദാബി മൊത്തത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരാളെയും കൂടെ പിക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഗ്യാങ്ങിലേക്ക്, 5ാമത്തെ മെമ്പർ. ഇപ്പോൾ ഇന്നലെ നമ്മൾ 2 പേരായിരുന്നു. ഇതാ അതിൽ 3rd വൺ അബിൻ, 4th വൺ നിബിൻ. ഇനി ഒരാളെയും കൂടെ നമ്മൾ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആളെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് പകൽ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ പകൽ എങ്ങോട്ടും ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ റൂമിൽ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഫുഡ് അടിയും പരിപാടിയൊക്കെയാണ്. വൈകുന്നേരം നമ്മൾ അബുദാബി മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള മൂഡാണ് അല്ലേ? നമ്മൾ ഇന്ന് എവിടെയൊക്കെയാണ് പോകുന്നത്? ഇവരാണ് ഇന്നത്തെ നമ്മുടെ സാരഥി. അബുദാബി ബ്രോ, 120 ആയെന്ന് വെച്ചിട്ട് ഇവിടെ 140 ആണെങ്കിലും ഒന്നും സംഭവിക്കാറില്ല. ആ റോഡ് തിരക്കില്ല അല്ലേ? മാറുന്നില്ല. ബ്രിഡ്ജും കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ മാത്രം 120 ഒക്കെയാണ്. ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. സത്യമായിട്ടുള്ള സംഭവം നമ്മളത് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? ആരാണെങ്കിലും ഫസ്റ്റ് ടൈം ഒരു കാര്യം ചെയ്യുമ്പോൾ റെഡി ആവത്തില്ലല്ലോ. അത് ചെയ്ത് എക്സ്പീരിയൻസ് ആയാലേ എല്ലാം റെഡി ആവും. അല്ലാണ്ട് ഫസ്റ്റ് നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും അത് പെർഫെക്ഷൻ ആവില്ല. ഒരിക്കലും നമ്മൾ പ്രോ ആവത്തില്ല. അത് നമ്മൾ ചെയ്ത് ട്രൈ ചെയ്ത് ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ് പൈനാപ്പിൾ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഒരു ഷേപ്പും പൈനാപ്പിൾ പോലെ തന്നെയാണ്. അതായത് ഈ പൈനാപ്പിളിൻ്റെ ഇതില്ലേ, എന്താ പറയുക, അതിൻ്റെ മുള്ള് കാര്യങ്ങളും ആ ഒരു ഷേപ്പിലാണ് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഇതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ എഞ്ചിനീയറിംഗ് അതല്ലേ? ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ ആ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് ആ ബിൽഡിങ്ങിൽ വെയിൽ കൊള്ളൂല. അതിന്റെ മുള്ളു പോലെയുള്ള കണ്ടോ, ഇപ്പുറത്ത് തണലുള്ള അടുത്ത് കണ്ടോ ഇവിടെ തുറന്നിരിക്കും. അപ്പുറത്ത് വെയിലടിക്കുന്ന ഭാഗത്ത് ആ മുള്ളു പോലെയുള്ള അടഞ്ഞിരിക്കും. സോ ആ ബിൽഡിങ്ങിന് വെയിൽ കൊള്ളൂല. ഇപ്പൊ നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ബിൽഡിങ്ങിനെ പറ്റി കേട്ടോ അഭി പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മുടെ അബുദാബിയിലേക്ക് കയറുമ്പോൾ ദുബായ് എന്നുള്ളതിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന്. അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ. ഇത് കണ്ടോ, മരങ്ങളൊക്കെ നല്ല കിടലായിട്ട് വെച്ച് പിടിപ്പിച്ച് ഒരു പ്രത്യേക തന്നെ ഒരു ആംബിയൻസ് ആണ്. വണ്ടികളും കണ്ടോ, വണ്ടികളും കാര്യങ്ങളും. വണ്ടികൾ പിന്നെ ദുബായിലും ഒരു കുറവില്ലല്ലോ. അതേപോലെ ഫൈനും. ക്യാമറാസിന്റെ 5000 രൂപയാണ് അബുദാബി അല്ലേ? നമുക്കിനി ഏകദേശം എത്ര മിനിറ്റ് കൊണ്ടുണ്ട് ആളെ പിടിക്കാൻ? ജസ്റ്റ് 5 മിനിറ്റ്. ഓക്കെ, ഞാനിതാ ഇതിന്റെ ഉള്ളിലുള്ള എന്താ പറയാ, ഞാൻ റോട്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ സ്റ്റേഷന്റെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ആ അവിടെ തന്നെ. ഓക്കെ, നമ്മളിതാട്ടോ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇത് അതിന്റെ ഫ്രണ്ടിലെത്തി. ഇതാണ്ട് ഇവിടെയാണ് ബസ് സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ അബുദാബി. അപ്പോ അതാണ്ട് മുമ്പിലൊരു ബസ് പോകുന്ന കാണുന്നുണ്ടോ? ഞാൻ കൈക വേണ്ടി കഴിയുന്നത് ആ ബസ്സിലാണ് ആളുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് ആളെ പിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ആളെ പോസ്റ്റ് ഇതുവരെ ആക്കിയിട്ടില്ല. എല്ലാവരും നമ്മൾ ഓൺ ടൈം അല്ലേ? നമ്മൾ ഓൺ ടൈം. ഓക്കെ, അവര് നമ്മളെ പോസ്റ്റ് ആക്കി. ആള് രാവിലെ എത്തുന്ന പറഞ്ഞാണ്. ഇപ്പൊ സമയം വൈകുന്നേരം 3 മണി കഴിഞ്ഞു. ആള് നമുക്ക് ചെറിയ പോസ്റ്റ് തന്നു. പക്ഷെ വിഷയമില്ല, ചെറുത് നമുക്ക് പറയാം, വേറെ വഴിയില്ല. പോസ്റ്റ് തന്നെ പറയണം അല്ലേ? ഇതാ നമ്മളിതാ ബസ് ടെർമിനലിന്റെ ഉള്ളിലേക്ക് കയറി അല്ലേ?
ഇതാണ് ബസ് ടെർമിനൽ. ഉള്ളി ടാക്സിക്കാരാണ് ലീവ് സമയം കൂടെ ആയതുകൊണ്ട്. ആ പിന്നെ ബസ് അവർക്ക് കുറവായതുകൊണ്ട് ഇപ്പോഴല്ല ചാകര നിറച്ച് വണ്ടികളും ഇതൊക്കെ ആയിട്ട്. ഇതാണ് ബസ് ടെർമിനൽ. ആ ഇതാണ്ട് നമുക്ക് പാർക്കിലോട്ട് കിട്ടി. ഇതാ നമ്മളിവിടെ ഇറങ്ങി. ഓക്കെ, ഇനി ആളെ നമുക്ക് പിക്ക് ചെയ്യാലേ? ആൾ ഇങ്ങോട്ട് വരുമോ അതോ ബാ പുറത്തേക്ക് ഇറങ്ങാം, ബാ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. ഓക്കെ, ഇതാട്ടോ ഇനി നമ്മുടെ 2 ദിവസത്തേക്കുള്ള വണ്ടി. ഇനി ഇന്നത്തെ ഫുള്ള് ട്രിപ്പിലേക്ക് നമുക്ക് പോകാനുള്ള വണ്ടി ഇതാണ്. അപ്പോൾ ബ്രോ, ഇതാ നമ്മളുടെ 5ാമത്തെ മെമ്പറെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആള്. ഒന്ന് പറഞ്ഞതിൽ ചെറിയ വ്യത്യാസം വന്നു. ബ്രോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? സിറിലാണ് എൻ്റെ പേര്. സിറില് ഇവന്റെ സുഹൃത്താണ്, കൊളീഗാണ്. ഓക്കെ, അപ്പൊ ഇതാ ആ 5ാമത്തെ ആളെയും നമ്മൾ പിക്ക് ചെയ്തു. നമ്മളിതാ ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും ഇനി നമ്മൾ നേരെ റിട്ടേൺ റൂമിലേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയിട്ട് വൈകുന്നേരം എക്സ്പ്ലോറിങ്. അപ്പൊ ഇത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതിന്റെ വിഷ്വലാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഇത് വന്നേക്കുന്നത് അബുദാബിയിലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിലാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് കാഴ്ചകളായിരിക്കും ഇത്. ഇതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ടീംസ്, ഇന്നത്തെ നമ്മുടെ ടൂറിലുള്ള. ഫുള്ള് ഇത് മൊത്തം ചതുപ്പാണ് കേട്ടോ. ഞണ്ടിനെ കാണിച്ചു കൊടുത്തോടാ നീ. എവിടെ ഞണ്ട്? തേടാ ഞണ്ട് കിടക്കണടാ. ഞണ്ടാണോടാ അത്? കണ്ടോ ഞണ്ടിനെ കണ്ടോടാ നീ? ഞണ്ട് കണ്ടോ? ഞണ്ട് കുറേ ഉണ്ടല്ലോ. ഇത് കണ്ടോ ഞണ്ട്? എൻ്റെ ഇത്ര സൂം മാത്രമല്ലേ. iPhone 17 Proയുടെ സൂമിങ് കണ്ടുണ്ടോ? ആ എന്തൊരു സൂമിങ് ആടാ. ഇവിടെ നിന്ന് ആ കാണുന്ന ഇതില്ലേ ട്രെയിൻ, അതിന്റെ മേളിൽ ആളുണ്ടെങ്കിൽ അവനെ വരെ സൂം ചെയ്യാൻ പറ്റും. ഇപ്പൊ സമയം ഒരു 6:30-7 മണിയായി കേട്ടോ. ഈ ഒരു ടൈമിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ. നടന്നു വന്ന സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം നല്ല ഇരുട്ടായി. നമ്മളിപ്പോൾ പോകുന്ന ഇവിടെ ഒരു ടവറുണ്ട്. ആ ടവറിലേക്ക് നമുക്ക് പോയി കയറാം. ഇതാ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ടവർ. ഈ ടവറിൽ നമുക്ക് പോയി കയറാൻ പറ്റും. നമുക്കെന്തായാലും അതിൻ്റെ മേലെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. മേലെ കയറിയല്ലോ. ഇതുണ്ടോ നമ്മളിപ്പോ ഇതിന്റെ മേലെ കയറിയപ്പോ ഇതിന്റെ മേലെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഭയങ്കര ഹൈറ്റ് എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു ഹൈറ്റ്. പക്ഷെ നല്ല രസമുണ്ട്, ലൈറ്റ് എല്ലാം ആയിട്ട് ഇങ്ങനെ കാണാം.